ഹായ് ദിസ് DTH ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഷൈൻ ടോം ചാക്കോയുടെയും വിൻസി അലോഷ്യസിൻ്റെയും സൂത്രവാക്യം. നവാഗത സംവിധായകൻ യൂജീൻ ജോസ് ചിറമേൽ, കഥ രജിൻ എസ് ബാബു. സർപ്രൈസിംഗ്ലി ഗുഡ് അല്ലെങ്കിൽ എബോവ് ആവറേജ്. ചില ക്യാവിയാറ്റ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എബോവ് ആവറേജ് എന്ന് പറയാൻ കാരണം. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഇനി തുടങ്ങുകയാണ്. വളരെ യുണീക്ക് തോട്ട്സ് ഉള്ള ഒരു പടം, വളരെ വളരെ ഡീറ്റെയിലിംഗ് ഓറിയൻ്റ് ആയിട്ടുള്ളൊരു പടം. എപ്പോഴും മൊബൈലിൽ ലൂഡോ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കന്യാസ്ത്രീ, പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ ഒരു ട്യൂഷൻ ക്ലാസ് നടത്തുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ക്രിസ്റ്റോ സേവിയർ ആയിട്ടാണ് ഷൈൻ ടോം ചാക്കോ. തൊട്ടപ്പം തന്നെ സ്കൂളുണ്ട്, ആ സ്കൂളിലെ ടീച്ചറാണ് വിൻസി അലോഷ്യസിൻ്റെ കഥാപാത്രം. ഈ പോലീസ് സ്റ്റേഷനും സ്കൂളും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനും ഈ ട്യൂഷൻ ക്ലാസ്സും വളരെ അമ്യൂസിംഗ് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ ഇടയ്ക്ക് പഠിപ്പിക്കും, തിരിച്ചു വരും. അധികൃതർ അറിഞ്ഞാൽ ഇത് പ്രശ്നമാകുമെന്ന് പുള്ളിക്ക് അറിയാം, എങ്കിലും പുള്ളി ഇത് തുടരുന്നു. പല കുട്ടികളുടെയും സംശയങ്ങൾ തീർത്തു കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ തൻ്റെ പോലീസ് ധർമ്മങ്ങളും പുള്ളി നിറവേറ്റുന്നു. ഇത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ വളരെ യുണീക്കായിട്ടുള്ള ഒരു തോട്ടായിട്ട് തോന്നി. ഇത് ആരുടെ തോട്ടാണെങ്കിലും ഉഗ്രൻ. ഈ സ്കൂൾ കുട്ടികളും അല്ലെങ്കിൽ ട്യൂഷന് വരുന്ന കുട്ടികളും പോലീസുകാരുമായിട്ടുള്ള ഒരു ബന്ധം ഇതിൽ ഉടനീളമുണ്ട്. അത് വളരെ മാനവികത നിറഞ്ഞ രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ ഹ്യൂമെയിനായിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓരോ പോലീസുകാർക്കും ഒരു മാനുഷിക എലമെൻറ്റ് കൊടുത്തിട്ടാണ് ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെ പോകുന്നത്. പിന്നെ ഒരു ഫെയർ വാർണിംഗ് ഞാൻ തരാം, ഇതൊരു ഡാർക്ക് ഫിലിമാണ്. ഇറ്റ്സ് നോട്ട് ആൻ ഈസി വാച്ച്. കാരണം ഒരുപാട് ഡാർക്ക് എലമെൻറ്റ്സ് ഉള്ളൊരു പടമാണ്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ വളരെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന, നമ്മളെ വികാരഭരിതരാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ആക്ടേഴ്സുമായിട്ട് ഡീപ്ലി ഇൻ ടച്ച് ആവുന്ന ഒരുപാട് സീൻസും സീക്വൻസസും ഈ പടത്തിലുണ്ട് തന്നെ. ഈ പടത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ പടം ടെൻഷൻ ഫിൽഡാണ്. കാരണം കുറേ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഒരു പടത്തിൻ്റെ ഒരു നടുക്ക് ഭാഗത്തൊക്കെ വരുമ്പോൾ എക്സ്ട്രീംലി ടെൻഷൻ ഫിൽഡായിട്ടുള്ള സീൻസാണ്. എനിക്ക് അനുഭവപ്പെട്ടു. ആ ടെൻഷനും ആ ക്യാരക്ടേഴ്സ് കടന്നു പോകുന്ന ഒരു അവസ്ഥയും ഒക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവും. യൂജീൻ ജോസ് ചിറമേലിൻ്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ വെഞ്ചറാണ്. പുള്ളിക്ക് ടാലൻ്റ് ഉണ്ട് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് ഗ്രേറ്റ് ഡയറക്ടോറിയൽ മൊമെൻറ്റ്സ് ഉള്ള പടമാണ്. പുള്ളിയുടെ ഇനി വരുന്ന പടങ്ങൾ നമുക്ക് വാച്ച് ഔട്ട് ചെയ്യാനുള്ള ഒരു ഹോപ്പ് ഈ പടം തരുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ ക്യാരക്ടറും ഷൈൻ ടോം ചാക്കോയുടെ ആ കഥാപാത്രത്തിൻ്റെ അവതരണവും വളരെ മികച്ചതായിരുന്നു. പുള്ളി ആ ക്യാരക്ടറുമായിട്ട് ശരിക്കും ഒത്തുചേർന്ന് ഇണങ്ങി തന്നെയാണ് സിനിമയിൽ ഉടനീളം ക്യാരക്ടർ പിടിച്ചാണ് ചെയ്തിരിക്കുന്നത്. വിൻസി അലോഷ്യസിന് ഞാൻ വിചാരിച്ചത്ര ഒരു ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. ഓൾമോസ്റ്റ് ഒരു സൈഡ് ക്യാരക്ടറായി പോയി. ഞാൻ അങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. പോസ്റ്റർ കണ്ടപ്പോൾ വിൻസി അലോഷ്യസിന് വളരെ പ്രധാനപ്പെട്ടൊരു റോളായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഒരുപാട് ഗുണങ്ങളുള്ള പടമാണെങ്കിലും, ഒരുപാട് സർപ്രൈസ് ചെയ്ത പടമാണെങ്കിലും എന്തൊക്കെയോ പിറ്റ് ഫോൾസ് ഇതിനുണ്ട്. കാരണം നമ്മൾ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ആണ് എനിക്കുണ്ടായത്. അത് മാത്രമല്ല, പല ആക്ടേഴ്സും അമച്വറിഷ് ആയിട്ട് തോന്നി. ബജറ്റിൻ്റെ കൺസ്ട്രെയിൻസ് ഒക്കെ ആയിരിക്കാം, അത് കുഴപ്പമില്ല. പക്ഷേ എന്തുകൊണ്ടോ പല ആക്ടേഴ്സിൻ്റെയും, പ്രത്യേകിച്ച് ഈ ഒരു പയ്യൻ കഥാപാത്രം, ഈ മെയിൻ പയ്യൻ ഒരു കഥാപാത്രമുണ്ട്. കഥാപാത്രത്തിൻ്റെ ഒരവസ്ഥയാണ് കുറേ ഭാഗങ്ങൾ കാണിക്കുന്നത്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ്. അതിൽ പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ ഒരു കഥാപാത്രം പറയുന്ന ഒന്നും വ്യക്തമായില്ല. അതേ കണക്ക് തന്നെ പല 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 ആക്ടേഴ്സും അമച്വറിഷ് ആയിരുന്നു. കാരണം അവർ എക്സ്പീരിയൻസ് കുറവുള്ള ആക്ടേഴ്സായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ആ പടത്തിന് ആ ഒരു അമച്വറിഷ് ഫീലിംഗ് പലപ്പോഴും അനുഭവപ്പെട്ടു. ഇതിനെ ഒരു സ്കൂൾ ഫിലിം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും അങ്ങനെ ഞാൻ വിശേഷിപ്പിക്കാം. കാരണം കുറേയൊക്കെ കാര്യങ്ങൾ ആ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി ശ്രീകുട്ടന് ശേഷം ഞാൻ കണ്ട ഒരു നല്ല, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ അത്രേ വരത്തില്ലെങ്കിലും ഒരു നല്ല സ്കൂൾ ഫിലിം തന്നെയാണ്. ഒരു സ്കൂൾ ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പടം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽപ്പെടുന്ന ആൾക്കാരുടെ പടം. അതിനുശേഷം ഞാൻ കാണുന്ന ഒരു നല്ല പടമായിട്ട് തോന്നി സൂത്രവാക്യം. ഇതിൻ്റെ BGM നല്ലതായിരുന്നു, സ്ക്രിപ്റ്റിലെ ഐഡിയാസ് നല്ലതായിരുന്നു, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽസ് ഉള്ളൊരു പടമാണ്. എങ്കിലും
നേരത്തെ പറഞ്ഞ ആക്ടേഴ്സിൻ്റെ അമച്ചുറേഷൻസ് ഒരു ഡ്രോബാക്കായിട്ട് തന്നെ തോന്നി. 3 stars out of 5 for സൂത്രവാക്യം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.